അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിലെ 157 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് തീ പിടിക്കുന്ന വസ്തുക്കളും വിഷപദാർത്ഥങ്ങളും അടങ്ങുന്ന 4 തരം ഗുരുതര വസ്തുക്കളുമാണെന്ന വിവരം നേരത്തെ പുറത്തുവന്നിരുന്നു. ഇപ്പോൾ പ്രധാനമായി പുറത്തുവരുന്ന വിവരം INS സൂററ്റ് അതിജീവിച്ച് രക്ഷപ്പെടുത്തിയ 18 പേരുമായി ഇപ്പോൾ മംഗലാപുരം തുറമുഖത്തേക്ക് പ്രവേശിക്കും എന്നൊരു പുതിയ വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട്. നേരത്തെ ഇവരെ ഏത് തുറമുഖത്തേക്ക് എത്തിക്കും, അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് എന്ന കാര്യത്തിലൊക്കെ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് നടപടിക്രമങ്ങൾക്കായി മംഗലാപുരം തുറമുഖത്തേക്ക് INS സൂറത്ത് പ്രവേശിക്കും. നേരത്തെ രക്ഷപ്പെടുത്തിയ 18 പേരുമായാണ് INS സൂറത്ത് മംഗലാപുരം തീരത്തേക്ക് പ്രവേശിക്കുന്നത്. ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്, അവരുടെ ചികിത്സാ രീതികൾ എങ്ങനെയാണ്, തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. നിലവിൽ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കപ്പൽ അപകടത്തിൽ പരിക്കേറ്റവരെ മംഗലാപുരത്ത് എത്തിക്കുമെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നേരത്തെ വന്നത് അഴീക്കൽ അല്ലെങ്കിൽ ബേപ്പൂർ തീരങ്ങളിലായിരിക്കും ഇവരെ എത്തിക്കുക എന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത്. എങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഈ രക്ഷപ്പെടുത്തിയ 18 പേരെയും മംഗളൂരുവിൽ എത്തിക്കും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അറിയാനുള്ളത്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയ 18 പേരെ ഇപ്പോൾ മംഗളൂരുവിൽ എത്തിക്കും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ അവരെ ബേപ്പൂർ തീരത്ത് എത്തിക്കും, അങ്ങനെയുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് രക്ഷപ്പെടുത്തിയ 18 പേരെയും മംഗളൂരുവിൽ എത്തിക്കും എന്നതാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ ശ്രീനിധി, അതാണ് ഏറ്റവും പുതിയ വിവരമായി പ്രതിരോധ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതായത് അല്പം മുമ്പ് INS സൂറത്ത് എന്ന നാവികസേനയുടെ കപ്പൽ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു. ഈ നേരത്തെ 18 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. ആ രക്ഷപ്പെടുത്തിയ 18 പേരെയും ഇപ്പോൾ ഈ INS സൂറത്ത് എന്ന് പറയുന്ന നാവികസേനയുടെ കപ്പലിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഉടൻ തന്നെ ആ കപ്പൽ അവിടെ നിന്ന് പുറപ്പെടും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ ഇവരെല്ലാവരെയും കൊണ്ട് മാംഗ്ലൂർ തുറമുഖത്തേക്കാണ് എത്തുക, മംഗലാപുരത്തേക്കാണ് എത്തിക്കുക. നേരത്തെ നമുക്ക് ആ സൂചനകൾ ഉണ്ടായിരുന്നു. കാരണം ഇവരെ ഏറ്റവും വേഗം എത്തിക്കാൻ പറ്റുന്ന ഇടത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളതാണ് തീരുമാനിച്ചത്. അപ്പോൾ ഈ രക്ഷപ്പെടുത്തിയ 18 പേർ, അതിൽ പരിക്കേറ്റവരടക്കം ഉണ്ട്. അവരെല്ലാവരെയും കൊണ്ട് INS സൂറത്ത് എന്ന നാവികസേനയുടെ കപ്പൽ മംഗലാപുരത്തേക്കാണ് പോകുന്നത്. ഇന്ന് രാത്രിയോടെ മംഗലാപുരത്ത് എത്തിച്ചേരും. ആവശ്യമായ ചികിത്സയടക്കം അവിടെയായിരിക്കും അതിനുള്ള തുടർ നടപടികൾ ഉണ്ടാവുക എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ നാവികസേനയുടെ തന്നെ മറ്റൊരു കപ്പൽ ഈ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, INS സത്ലജ് എന്ന് പറയുന്ന കപ്പൽ. അങ്ങനെ നാവികസേനയുടെ 2 കപ്പൽ ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ കോസ്റ്റ് ഗാർഡിൻ്റെ 6 കപ്പലുകൾ ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അത് സജേത്, അർണവേഷ്, സമുദ്രപ്രഹരി, അഭിനവ്, രാജ്ദൂത്, ഒപ്പം C-144 എന്നിങ്ങനെ 6 കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവും എന്നുള്ളതാണ്. ഇതുകൂടാതെ 2 ഡോണിയർ വിമാനങ്ങളും സ്ഥലത്ത് നിരീക്ഷണ പറക്കൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി വരുന്നത് ഈ കപ്പലിലെ തീപിടുത്തം, അത് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വലിയ വലിയ പൊട്ടിത്തെറികൾ ഇപ്പോഴും ഈ കപ്പലിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ കൂടുതൽ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. തീ പിടിക്കുന്ന കണ്ടെയ്നറുകളൊക്കെ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. വലിയ ചൂട് അവിടെ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കപ്പലിനടുത്തേക്ക് പോകാൻ ഈ കപ്പലുകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ 18 പേർ ഈ അപകടം നടന്ന ആ സമയത്ത് തന്നെ കടലിലേക്ക് ചാടിയിരുന്നു. അതുകൊണ്ട് അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഏറ്റവും ആദ്യം ഈ രക്ഷാപ്രവർത്തനത്തിനെത്തിയത് അത് കോസ്റ്റ് ഗാർഡിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം ഈ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്ന, ആ കടലിൽ ആ അപകടം നടന്ന സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന, അതിനടുത്ത് തന്നെ ഉണ്ടായിരുന്ന MV1 മാർവൽ എന്ന് പറയുന്ന ചരക്ക് കപ്പലാണ് ആദ്യം അവിടേക്ക് എത്തിയത്. ആ ചരക്ക് കപ്പലാണ് ആദ്യം ഈ രക്ഷാപ്രവർത്തന ദൗത്യം ഏറ്റെടുത്തത്. ആ കപ്പലായിരുന്നു. അതിനുശേഷമാണിപ്പോൾ INS സൂറത്ത് എന്ന് പറയുന്ന നാവികസേനയുടെ കപ്പൽ സ്ഥലത്തെത്തുകയും ഈ രക്ഷപ്പെടുത്തിയ 18 പേരെയും ഈ INS സൂറത്തിലേക്ക് മാറ്റുകയും ആ കപ്പൽ ഉടൻ പുറപ്പെടുകയും ചെയ്യും. മംഗലാപുരത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇപ്പോൾ ഡിഫൻസ് തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെയായിരിക്കും അവർക്ക് തുടർ ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞാലാണ് ഒപ്പം സമാന്തരമായി തന്നെ ഈ തീ അണയ്ക്കാനുള്ള നടപടികൾ, അത് ഏറെ ശ്രമകരമാണ്, ദുഷ്കരമാണ്, വെല്ലുവിളി നിറഞ്ഞതാണ് എന്ന് തന്നെയാണ് ഡിഫൻസ് വ്യക്തമാക്കുന്നത്. എങ്കിലും അതിനുള്ള പരിശ്രമം തുടരും. നിലവിൽ ഈ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളെല്ലാം ആ ഭാഗത്തേക്ക് അടുക്കുന്നതേ ഉള്ളൂ. അവരുടെ എല്ലാവരുടെയും ശ്രമഫലമായി ഇത് വിജയം കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ 18 പേരെ INS സൂറത്ത് ഇപ്പോൾ മംഗലാപുരത്ത് എത്തിക്കുമെന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.